5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ, കലാപകാരികളുടെ എല്ലാവരുടെയും, സാഹിത്യകാരന്മാരുടെ അടുത്തോളൂ, സംഗീതജ്ഞരുടെ അടുത്തോളൂ, എല്ലാ പ്രാസംഗികരുടെ അടുത്തോളൂ, സംവാദക്കാരുടെ അടുത്തോളൂ, ഡിബേറ്റ്, എല്ലാവരുടെയും എക്സ്പ്രഷൻസ് വരേണ്ടത് മുഖത്ത് നിന്നാണ്. മുഖമാണ് അവരെ രക്ഷിക്കുന്നത്. പിന്നെ നാക്ക്, വാക്ക്, ഇതാണ് അവരുടെ സൗന്ദര്യവും, ഇതിലാണ് അവർ ജീവിച്ചു പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നൊരു വാർത്ത, കപിൽ ശർമ്മ അവതരിപ്പിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോ എന്ന പരിപാടിക്കിടയിൽ നമ്മുടെ ബോളിവുഡ് താരവും ഇന്ത്യൻ സിനിമയെ, ഒരുപക്ഷെ ലോക സിനിമയെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ കലാകാരന്മാരായിട്ടുള്ള നമ്മുടെ സൽമാൻ ഖാൻ ഇന്ന് നേരിടുന്ന ഒരു ദുരന്താവസ്ഥ. നമ്മുടെ ഒരുപാട് നടന്മാർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരുപാട് പേർക്ക് വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 10,000-ങ്ങളിൽ, ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന വളരെ അത്യപൂർവമായൊരു അസുഖമാണ്. ട്രൈജമിനൽ ന്യൂറോളജിയും ബ്രെയിൻ അന്യൂമറിസമാണ്. ഇത് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് രണ്ടും വളരെ നിസ്സാരമായിട്ടാണ് സൽമാൻ ഖാൻ കാണുന്നത്. താൻ കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത്ര കാലം ഉണ്ടാക്കിയ സ്വത്ത് ഒരുപക്ഷെ ഭാര്യ വന്ന് അസുഖമൊക്കെ അറിഞ്ഞാൽ പാതി കൊണ്ടുപോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ചെറുപ്പമായിരുന്നെങ്കിൽ എനിക്കത് വീണ്ടും സമ്പാദിക്കാമായിരുന്നു. ഈ വയസ്സുകാലത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി വയസ്സെന്നല്ല, കുറച്ചുകൂടി മെച്ചുവറായ പ്രായത്തിൽ ഇനി എങ്ങനെയാണ് ഞാൻ സമ്പാദിക്കുക? ഇങ്ങനെയുള്ള വളരെ കൗതുകമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്. നിങ്ങൾ ആലോചിക്കുക, മുഖത്ത് ഈ പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ ട്രൈജമിനൽ ന്യൂറോളജി ഉണ്ടായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബ്രെയിൻ അന്യൂമറിസവും എവിമാൽ ഫോർമേഷനും ഉണ്ട്. ഇങ്ങനത്തെ വളരെ നമുക്ക് പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള, നോക്കാതെ പറയാൻ പറ്റാത്ത അസുഖങ്ങളാണ്. എന്തെങ്കിലും തെറ്റിപ്പോകുമെന്ന് വിചാരിച്ച് അത്ര വളരെ മോശമെന്നല്ല, വ്യത്യസ്തമായ അസുഖങ്ങളാണ്. എന്താണ് ട്രൈജമിനൽ ന്യൂറോളജിയ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ന്യൂറോളജിയ എന്ന പേര് കേൾക്കുമ്പോൾ ന്യൂറോവുമായി ബന്ധപ്പെടുത്തിയ, ഞരമ്പുകളായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ ഒരു അസുഖമായിരിക്കും. വൈദ്യശാസ്ത്രത്തിന് ഇത് ചിരപരിചിതമായൊരു വാക്കല്ല. പക്ഷേ അതിലേറ്റവും വേദനാജനകമായ ഒരു പദമായിട്ടാണ് നൈട്രജമിനൽ ന്യൂറോളജിയ എന്ന അസുഖം നിൽക്കുന്നത്. ഇത് മുഖത്തെ നമ്മൾ കാര്യങ്ങൾ, ഞാനിപ്പോൾ പറയുമ്പോൾ ഈ എക്സ്പ്രഷൻസ് പുറത്ത് വരേണ്ടുന്ന, കരയുമ്പോൾ, ചിരിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ദേഷ്യം, എല്ലാ ഭാവങ്ങളും പുറത്ത് വരേണ്ട, സംവേദനം പുറത്ത് വരേണ്ടുന്ന നാഡികളെയാണ് ഈ രോഗം കാര്യമായി ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 50 വയസ്സ് കഴിഞ്ഞവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്, സ്ത്രീകളെയാണ്. പക്ഷേ പുരുഷനായിട്ടുള്ള സൽമാൻ ഖാനും ഇത് വന്നിട്ടുണ്ട്. അതുപോലെ നാഡികൾ, തലച്ചോറിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗത്ത് ഞരമ്പുകൾ ഉരസിയുണ്ടാകുന്ന കേടുപാടുകളിലൂടെയാണ് ഈ അസുഖം വരാനുള്ള പ്രധാന കാരണം. ഞരമ്പുകളുടെ വികാസ സങ്കോചങ്ങൾ കാരണം ഇത് ഞുരുക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം ക്ഷയം സംഭവിക്കുകയും ചെയ്യും. ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ്, തുടർന്നുണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോഴാണ് വേദന അനുഭവപ്പെടുക. ഇത് അസാധാരണമായ ട്യൂമറുകൾ, ധമനി വീക്കം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ബ്രെയിൻ അന്യൂമറിസം, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, തലച്ചോറുമായി ബന്ധപ്പെട്ട് മസ്തിഷ്കത്തിലെ ഒരു ധമനിയിലെ കട്ടി കുറഞ്ഞൊരു ഭാഗത്ത് മുഴയുണ്ടായി അതുമൂലം മസ്തിഷ്കത്തിന് സമ്മർദ്ദമുണ്ടാകുന്ന അവസ്ഥയാണ്. ഒരുതരം ക്യാൻസർ പോലുള്ള മറ്റൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ സെറിബ്രൽ അന്യൂമറിസം എന്നും ഇതറിയപ്പെടുന്നു. ഇത് പിന്നീട് പൊട്ടി റപ്ചേർഡ് അന്യൂമറിസം, മസ്തിഷ്കത്തിൽ നിന്നുള്ള രക്തസ്രാവം ഉണ്ടാകാനും ഒക്കെ കാരണമുണ്ട്. അപ്പോൾ സൽമാൻ ഖാനെ പോലുള്ള ഇന്ത്യ അറിയപ്പെടുന്ന, ലോകമറിയപ്പെടുന്ന ഒരു ബോളിവുഡ് താരത്തിന് ഇത്രയും പ്രതിസന്ധികൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയ രംഗത്ത് നിൽക്കുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കലാകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, ഒരുപക്ഷെ കയ്യോ കാലോ മറ്റെന്തെങ്കിലും മുറിവൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഇന്റേണലായിട്ടുള്ള എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ വന്നാൽ അത് കാണിക്കാതെ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ക്യാൻസർ പോലുള്ള, മറ്റ് ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്, ക്യാൻസർ വന്നിട്ടുള്ള, ആൻജിയോഗ്രാം ചെയ്തവരുണ്ട്, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾക്ക് ചികിത്സിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ള നടന്മാരും നടികളുമുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായി തനിക്ക് പറയാനുള്ളത് മുഖത്തു നിന്ന് പ്രകടിപ്പിക്കാൻ കഴിയാതെ തൻ്റെ സംവേദനക്ഷമതയെ ബാധിക്കുന്ന നാഡികളെയും ന്യൂറോണുകളെയും ഇങ്ങനെ രോഗം വന്ന് വല്ലാതെ പിടിച്ചിട്ടും 50കളോടടുക്കുന്ന സൽമാൻ ഖാന് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വേറിട്ടൊരു ജീവനാണ്. ഞാൻ ഒരു ചെറിയൊരാളിൻ്റെ പേര് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. തൻ്റെ ശരീരത്തിലെ 5% പോലും, അല്ലെങ്കിൽ 1% താഴെയുള്ള ന്യൂറോണുകളും മസ്തിഷ്കവും എല്ലാം മാത്രം പ്രവർത്തിച്ചിട്ടും ഈ പ്രപഞ്ചത്തെ മാറ്റിത്തീർന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ, ആ ഭൂമിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആരായിരുന്നാലും ശരി, നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം, ഇതിലൊന്നും ഈ കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങളിലോ നമ്മളെടുക്കുന്ന ഈ ആഡംബരത്തിലോ ഒരു കാര്യവുമില്ല. അതിനുമപ്പുറമുള്ള ഏതോ വിശാലതയുടെ ലോകത്തുള്ള വലിയ ജീവനുകളുടെ
വിളയാട്ടമാണ് ജീവിതം. അത് സൽമാൻ ഖാനായാലും സ്റ്റീഫൻ ഹോക്കിനായാലും നമ്മളോട് പറയാതെ പറയുന്നു.